കഴിവിനെ ഇവിടെ പ്രകടമാക്കാനല്ല ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് റിജാസ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അവൻ ഒരിക്കലും എന്നോട് ചോദിച്ചു, എടാ നീ ഇതിനകത്ത് ഒതുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടും? ഇതിൻ്റെ ഈ കഴിവ് വെച്ചിട്ട് നീ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒതുങ്ങിയാൽ നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ ലോകത്തിനോട് വായിച്ചാൽ, ലോകത്തിന് വേണ്ടി ഞാൻ നിന്നാൽ എനിക്ക് ഒരുപാട് കാശ് കിട്ടും, അതിലൊരു സംശയമില്ല, ഒരുപാട് കിട്ടും, പറയുന്നത് കിട്ടും. പക്ഷേ എനിക്ക് നിത്യജീവൻ കിട്ടില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമാധാനം കിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സിലെടുത്ത തീരുമാനം ഇങ്ങനെ തന്നെയായിരുന്നു. മണ്ണ് വാരി കഴിക്കേണ്ടി വന്നാലും ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും വേണ്ടി ഞാനത് ഉപയോഗിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ സാക്ഷിയായി നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശാലേം ടീം എന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ നല്ല യൗവനകാലം മുതൽ ഞാൻ ജീവനകത്തുണ്ട്. പ്രിയ ദേവദാസൻ ലൂക്കോസ് തോമസ്, തൊട്ടു മുമ്പ് ദേവദാസൻ പറഞ്ഞു, ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കുന്ന ഭക്തന്മാരിൽ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അവർ തൻ്റെ ദാസൻ മാത്രമല്ല, കൂടെയുള്ള ഞങ്ങളുടെ ടീമിലുള്ള ബാബു പാസ്റ്റർ, നിത്യയിൽ വിശ്രമിക്കുന്ന തങ്കച്ചൻ പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന അനിൽ പാസ്റ്റർ, സജി പാസ്റ്റർ, ഒക്കെ ഇവരെല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ട ദേവദാസന്മാരാണ്. പ്രിയരെ, ഇത് ഇന്ന് മുതൽ തുടങ്ങിയൊരു ടീം വർക്കല്ല. ഒരുപാട് സ്ഥലം കോവിഡിന് മുൻപൊക്കെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ ആ സമയങ്ങളിലാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന പോലെ മുറ്റത്ത് കൺവെൻഷൻ എന്ന പേരിലൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയ ദൈവദാസൻ പറയുന്നിടത്തെല്ലാം ഞങ്ങൾ ഓടി നടന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടി. എൻ്റെ മുന്നിലിരിക്കുന്ന ശുഭുചേട്ടനൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ഈ ബോക്സൊക്കെ ചുമക്കാനാണ്. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എടുക്കാൻ, ഈ സാധനങ്ങൾ എടുക്കാൻ. ഞാനും പ്രിയ ബ്രദർ ശിവചേട്ടനൊക്കെ മത്സരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലെ പ്രദേശത്തിലും ഇന്ത്യയുടെ രാജ്യത്തിനകത്തൊക്കെ സുവിശേഷമായി വർഷങ്ങൾ തോറും ഓരോ വർഷം ഞങ്ങൾ കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലൊക്കെ ബൈബിളും ട്രാക്റ്റുകളും ഒക്കെ കടന്നു പോകാറുണ്ട്. ആ സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും ഹല്ലേലൂയ ഓരോ പ്ലാറ്റ്ഫോമിലൊക്കെ പോകാൻ ഒരുപാട് ദൂരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ലഗേജിനേക്കാൾ ഞങ്ങൾ ആദ്യം എടുക്കുന്നത് ഈ ട്രാക്റ്റും ബൈബിളൊക്കെ ഉള്ള ബോക്സിന് ഞങ്ങൾ ആദ്യം എടുക്കും. ഹല്ലേലൂയ. ഞാനും പ്രിയ ബ്രദറൊക്കെ ഓടി മത്സരിച്ചെടുക്കുന്നൊരു നാൾ ഞാൻ ഓർക്കുകയാണ്. എന്തിനാണ് ഞാൻ അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് ഹല്ലേലൂയ 2 വർഷത്തിന് മുൻപ് ഞാൻ ബാംഗ്ലൂർ എന്ന പട്ടണത്തിനകത്ത് ഹല്ലേലൂയ ഞാനിങ്ങനെ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടി കടന്നു പോവുകയാണ്. അവിടെ ഒരു ചർച്ചിന് വേണ്ടിയാണ് പോയത്. അന്ന് എൻ്റെ ലഗേജും എൻ്റെ സർവ്വസാധനവും ഒരു മനുഷ്യൻ, ഒരു ഉയരമുള്ള ഒരു മനുഷ്യൻ എൻ്റെ ബാഗ് വന്നിടുന്നു. ഞാൻ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം. അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ എന്നെ കൊണ്ട് എടുപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ കാർ വരെ ചുമന്നുകൊണ്ട് വെപ്പാനിടയായി തീർന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ഉന്നത തലത്തിലൊരു മേജറായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കണേ, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു പെട്ടകത്തിൻ്റെ ഒരു ഭാഗം ചെന്നപ്പോൾ എൻ്റെ ഹല്ലേലൂയ എൻ്റെ ലഗേജിൽ എടുക്കാൻ ദൈവം ഇവിടേക്ക് ഒരു മനുഷ്യനെ ഞാൻ ഇങ്ങനെ ഓർത്തത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ വിലയും എന്ത് തന്നെയായാലും ഈ രാജ്യത്തും വരുവാനുള്ള രാജ്യത്തും തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. ഹല്ലേലൂയ. ഒരു രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയെന്നാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന കള്ളിക്കാട് എന്ന പ്രദേശം പോലും ഹല്ലേലൂയ ആ ദേശം വരെ ഈ വചനം കേൾക്കുകയാണ്. ഞാൻ ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രി ഞാനിവിടെ സാക്ഷിയായി കർത്താവിന്റെ ഒരു ഗാനം വായിക്കാൻ എനിക്ക് അവസരം തന്ന ആ ടീമിനോടും പ്രത്യേക ജേക്കബ് ബ്രദർ എന്ന അങ്കിളിനോടും വളരെ നന്ദിപൂർവ്വമായി അറിയിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ടിന്റെ വരികൾ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ എന്നുള്ള ഗാനമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാടാനുള്ള അവസരമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.